കാത്തിരുന്നൊടുവിൽ അവരെത്തി. പക്ഷേ വന്നതും നിന്നതും പോയതുമൊക്കെ ഒരുമിച്ചായിരുന്നുവെന്ന് മാത്രം. വർഷകാല സമ്മേളനം അവസാനിച്ച ദിവസം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ലോക്സഭയിലെത്തി. സഭയിലേക്കുള്ള വഴി മറന്നിട്ടില്ലെന്ന് മനസ്സിലായപ്പോൾ വന്ദേമാതരം പാടി തിരിച്ചു പോവുകയും ചെയ്തു. രാമക്ഷേത്രത്തിലെ കാണിക്കക്കൊള്ള, ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി വേട്ട തുടങ്ങിയ വിഷയങ്ങളിൽ സഭയിൽ വിശദീകരണം നൽകാൻ മോദിക്കും അമിത്ഷായ്ക്കും കഴിയില്ലെന്ന പ്രതിപക്ഷവാദം ശരിവെക്കുന്ന തരത്തിലായിരുന്നു ഇരുവരുടെയും നീക്കം. പ്രതിപക്ഷത്തിന്റെ ഏത് ചോദ്യത്തിനും ഉത്തരമേകാൻ റെഡിയാണെന്ന് സഭയ്ക്ക് പുറത്തു പറഞ്ഞ ആഭ്യന്തരമന്ത്രി ചോദ്യം കേൾക്കാൻ പോലും നിന്നില്ല എന്നതാണ് വാസ്തവം. സഭാ കാലയളവിൽ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ ഒളിച്ചോടുകയായിരുന്നു ഇരുവരും. എന്നും രാത്രി റീലിടാൻ സമയം കണ്ടെത്തിയ മോദിക്ക് പക്ഷേ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. പ്രതിപക്ഷത്തിന്റെ ഏത് ചോദ്യത്തിനും ഉത്തരമേകാൻ റെഡിയാണെന്നായിരുന്നു സഭയ്ക്ക് പുറത്ത് അമിത്ഷായുടെ വാദം. എന്നാൽ വർഷകാല സമ്മേളനം തുടങ്ങിയ ജൂലൈ 20 മുതൽ ഇരുസഭകളിലും ഷായുടെ പൊടി പോലും കണ്ടില്ല. കർഷക പ്രക്ഷോഭത്തിന് ശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ സമര പോരാട്ടത്തിനാണ് രാജ്യതലസ്ഥാനം ദിവസങ്ങൾക്ക് മുൻപ് സാക്ഷ്യം വഹിച്ചത്. വരും തലമുറയുടെ ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന വീഴ്ചയ്ക്ക് കാരണമായ സർക്കാരും സംവിധാനവും ആ പ്രശ്നത്തെ എത്ര ലാഘവത്തോടെയാണ് കാണുന്നതെന്ന് മനസ്സിലാക്കി തരുന്നതായിരുന്നു കേന്ദ്ര സർക്കാരിന്റെയും പ്രധാനമന്ത്രിയുടെയും രാജിവെച്ച് പുറത്തുപോയ വിദ്യാഭ്യാസ മന്ത്രിയുടെയും സമീപനം. അടുത്ത കാലത്ത് മോദി സർക്കാരിന്റെ ഏറ്റവും വലിയ ആഘാതമായിരുന്നു ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി. തുടർന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പിലെ തിരിച്ചടി BJPയെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ തുടർച്ചയെന്നോണം പാർലമെന്റിൽ നടന്ന പ്രതിപക്ഷ പ്രതിഷേധം രാജ്യശ്രദ്ധ പിടിച്ചുപറ്റി. ഒടുവിൽ സഭയിലെത്തിയെന്ന് ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം ഇരുവരും വ്യാഴാഴ്ച ലോക്സഭയിൽ വരികയും വന്ദേമാതരം മുഴുവൻ ആലപിച്ച ശേഷം സ്ഥലം വിടുകയും ചെയ്തു.